ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിങ്ങൾ താമസിച്ചിരുന്ന ആ പഴയ വീടില്ലേ, ഇന്നതിന്റെ ലേലവാ. നിങ്ങൾ അവിടെ താമസിക്കുമ്പോഴേ ആ വീട്ടിൽ എനിക്കൊരു കണ്ണുണ്ടെന്നുള്ള കാര്യം അറിയാലോ. ഞാനതൊന്ന് ലേലത്തിൽ പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങിയെന്ന് കേട്ടു. ഏതാണ്ടൊക്കെ വീട് വീടാന്തരം കയറിയിറങ്ങി വിൽക്കുന്നു എന്നൊക്കെ കേട്ടു. എന്താ, അച്ചാറോ? അതോ സോപ്പ് പൊടിയോ? അതോ ചീപ്പും കണ്ണാടിയും പൗഡറും ഒക്കെയാണോ? എന്തായാലും 1000 ഇതിൽ കൂടുതൽ മുതൽ മുടക്കുള്ള സാധനങ്ങൾ വാങ്ങി വിൽക്കാനുള്ള കഴിവൊന്നും ഇപ്പൊ സത്യഭാമയ്ക്കില്ലാന്ന് എനിക്കറിയാം. വീടും പറമ്പും ഒക്കെ പോയപ്പോ ഉണ്ടായ വരുമാനവും നിലച്ചപ്പോ ജീവിച്ചു പോവാൻ വേണ്ടി നിലയില്ലാ കയത്തിക്കിടന്ന് തലയിട്ടടിക്കുവാണെന്നും എനിക്കറിയാം. മുങ്ങാങ്കുഴി ഇടാൻ പോലും പേടിയുള്ള കാര്യമാണെന്നും എനിക്കറിയാം. കാരണം മുകളിലേക്ക് പൊങ്ങി വന്നില്ലെങ്കിലോ എന്നുള്ള പേടി ഉണ്ടാവുമല്ലോ. അത്രയ്ക്കുണ്ടല്ലോ തലയ്ക്ക് ഭാരം. മാറി നിൽക്കടി അങ്ങോട്ടെ. ഇവരൊക്കെ ഇപ്പൊ നിന്റെ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്നേഴ്സ്. കോടികളുടെ ബിസിനസ് ആണല്ലോ നടക്കുന്നത്. എന്റെ സത്യഭാമേ, ഇതിലും ഭേദം വല്ല കുപ്പിയും പാട്ടയും പറക്കാൻ പോകുന്നതായിരുന്നു. അതാവുമ്പോ മുതൽ മുടക്ക് വേണ്ടല്ലോ. ആരെങ്കിലും വലിച്ചെറിയുന്ന കുപ്പികൾ പറക്കി വിറ്റാലും നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കാനുള്ള വക കിട്ടും. വിഷ്ണു പിന്നെ കളക്ടർ ബംഗ്ലാവിലായിരിക്കുമല്ലോ. പട്ടുമെത്തേല് കിടക്കേണ്ടവൻ ഇവിടെ വന്ന് കയറുകട്ടിലിൽ കിടക്കൂ. കിടന്നാ തന്നെ അവന് ഉറക്കം വരൂ. എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല, ഇറങ്ങിപ്പോ ഇവിടുന്ന്. പക്ഷേ എനിക്ക് പറയാനുണ്ടല്ലോ, നിന്റെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ തന്നെ. നിനക്ക് അഭിമാനമായിട്ടല്ലേ തോന്നേണ്ടത്? മാളിക മുകളിൽ കഴിഞ്ഞിരുന്ന, എല്ലാവിധ സുഖ സൗകര്യങ്ങളിലും കഴിഞ്ഞിരുന്ന ആഠ്യത്വത്തിന്റെ ജ്വലിക്കുന്ന സ്ത്രീരൂപം ഇപ്പൊ വെറും നിസ്സാര കാശിന്റെ ലാഭവും പ്രതീക്ഷിച്ച് വീട് വീടാന്തരം നടന്ന് കച്ചവടം നടത്തുന്നു. ഒരു സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂ കൊടുത്താലേ സംഗതി അങ്ങ് കത്തിക്കയറും. കളക്ടറായ മരുമകള് ശാലിനിക്കിട്ട് ഇതിന്റെ പേരിലൊരു കൊട്ടും കൊടുക്കാം. ആപത്ത് കാലത്ത് പെറ്റമ്മയെ തിരിഞ്ഞു നോക്കാത്ത ഒരു മകനും കളക്ടറായ മരുമകളും ബിഗ് ഷോപ്പറും കയ്യിൽ തൂക്കി നടക്കുന്നതിന്റെ ഒരു ഫോട്ടോ കൂടി കൊടുത്താലേ സംഗതി ജോറാവും. മതി മതി നിന്റെ ആറാട്ട്. ഓ, അത് പിന്നെ ഭാര്യ പറയുമ്പോ ഭർത്താവിന് കൊള്ളുമല്ലോ. രാഘവേട്ടാ, എനിക്ക് രാഘവേട്ടനോട് വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ ഇവരോടുണ്ട്. കാരണം ഇവരൊറ്റ ഒരുത്തി കാരണമാ നിങ്ങളുടെ കുടുംബത്തിന് ഗതി വന്നത്. ഇന്നിപ്പോ ഞാനീ ഒരുങ്ങിക്കെട്ടിപ്പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ? നിങ്ങൾ താമസിച്ചിരുന്ന ആ പഴയ വീടില്ലേ, ഇന്നതിന്റെ ലേലവാ. നിങ്ങൾ അവിടെ താമസിക്കുമ്പോഴേ ആ വീട്ടിൽ എനിക്കൊരു കണ്ണുണ്ടെന്നുള്ള കാര്യം അറിയാലോ. ഞാനതൊന്ന് ലേലത്തിൽ പിടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എനിക്ക് വേണ്ടിയല്ല, എന്റെ മകന് വേണ്ടി. അവനെയും അവന്റെ ഭാര്യയെയും, അതായത് നിങ്ങളെ സ്വന്തം മകളായ പ്രീതിയെയും ആ വീട്ടിൽ കയറ്റി താമസിപ്പിക്കണമെന്ന് എനിക്കൊരാഗ്രഹം, ഒരു കൊതി. അതിനുവേണ്ടി കുറച്ച് പണവും സംഘടിപ്പിച്ചുകൊണ്ടുള്ള പോക്കാ. ഒത്തു വന്നാ ഞാനതങ്ങ് ലേലത്തിൽ പിടിക്കും. പിടിച്ച ഒരെണ്ണം ബന്ധവും സ്വന്തവും പറഞ്ഞ് ആ വഴിക്ക് വന്നു പോരുത്. അതെ, മുൻകൂറായിട്ടൊന്ന് പറയാൻ വേണ്ടിയാ ഞാനിപ്പോ ഈ വഴിക്ക് വന്നത്. കച്ചവടം ചെയ്ത് വരുമ്പോഴേ ആ വഴിക്കൊക്കെ ഒന്ന് കേറ്. എന്റെ മോന്റെ ഭാര്യയുടെ അമ്മയല്ലേ എന്നുള്ള പരിഗണന വെച്ച് എന്തെങ്കിലുമൊക്കെ ഞാൻ എടുക്കാം. എന്താ?
10 100 കൂടുതൽ കിട്ടിയാല് അന്നത്തെ കാര്യം നന്നായിട്ട് നടക്കുമല്ലോ. അപ്പോ ലേല ഇന്നാണല്ലേ? ലേല ഇപ്പൊ തുടങ്ങും. കൂട്ടി വിളിക്കാൻ വരുന്ന ഒറ്റ ഒരുത്തനെ അകത്തേക്ക് കയറ്റണമെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ. അപ്പോഴകത്തിരിക്കുന്നവരെ ഒരു പരിധി കഴിഞ്ഞാ അവിടെ ഇരിക്കുന്നവരെയും നമ്മുടെ രീതിക്ക് കൊണ്ടുവരാൻ ആളുണ്ട്. എന്താ, ആരെ കാണാനാ? ലേലത്തിൽ പങ്കെടുക്കാൻ വന്നതാ. തുടങ്ങിയോ? തുടങ്ങിയെന്ന് ചോദിച്ചാ പ്രധാന പരിപാടിയിലേക്ക് കടന്നിട്ടില്ല. അപ്പൊ ലേലം നമുക്ക് തന്നെ. ഉറപ്പിക്കുമെന്ന് ഉറപ്പിച്ചാ വന്നിരിക്കുന്നല്ലേ? ഉവ്വ. എത്ര വിളി വിളിച്ചിട്ടായാലും ഉറപ്പിച്ചിട്ട് ഞങ്ങൾ മടങ്ങും. ആ മുതലാളിയുടെ വീടേ പണ്ട് ജപ്തി ചെയ്ത് പോയതാ. അതുകൊണ്ട് എവിടെ ജപ്തി കണ്ടാലും മുതലാളി പോയി കൈവയ്ക്കും. ഇവിടെയും കൈവയ്ക്കാൻ ഒരുപാട് പേരുണ്ട്. കാര്യമില്ല, മുതലാളിയുടെ ഒരു വാശിയാ. ഇതിനു വേണ്ടി മാത്രം കോടീശ്വരനായ ഈ മുതലാളി ഒരു ഫണ്ട് തന്നെ കരുതുന്നുണ്ട്. ഇദ്ദേഹം ബിസിനസ് ചെയ്യുന്നതേ ഇതേപോലുള്ള ജപ്തിയായ വീടുകൾ പിടിക്കാൻ തന്നെയാ. അങ്ങനെയാണെങ്കിൽ ലേലത്തിന് പങ്കെടുക്കുന്നവർക്ക് ഒരു ചായ സൽക്കാരമുണ്ട്. അതിൽ പങ്കെടുത്ത ശേഷം നമുക്ക് ലേലസ്ഥലത്തേക്ക് പോകാം. അപ്പോ ലേലം ഇവിടെ അല്ലേ? എല്ലാം ഇവിടെ തന്നെ, തുടക്കം മുതൽ അടക്കം വരെ ഇവിടെ നടത്താനുള്ള ഏർപ്പാട് നടത്തിയിട്ടാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നേ. എന്നാ പിന്നെ നീങ്ങുമല്ലേ? എന്താ? ഇവിടത്തെ ലേലം ഉറപ്പിച്ച ശേഷം ഞങ്ങൾക്ക് അടുത്ത ഒരു ലേല സ്ഥലത്തേക്ക് പോകേണ്ടതാ. അപ്പോ ഇത് തന്നെ പരിപാടിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇത് മുതലാളിക്ക് ഒരു ക്രൈസാ. ആയിക്കോട്ടെ, എന്താ അവിടെയാ ചായ സൽക്കാരം. അത് കഴിഞ്ഞിട്ടാവാം. വാ പോവാം. ആ വരൂ, അകത്തേക്ക് വാ. സെറ്റപ്പ് അവിടെയാ. ഇതെന്താ ഇവിടെ? വടയും ചായയും കഴിക്കണ്ടേ? എന്നിട്ട് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആരാ വടയും ചായയും കൊണ്ടുവരുന്നത്? ദാ വരുന്നു.